വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനത്തിലേക്ക് കടക്കുമ്പോൾ അത്ഭുതകരമായ നേട്ടങ്ങളാണ് കഴിഞ്ഞ കുറച്ചു നാളുകൾക്കുള്ളിൽ ഈ തുറമുഖം കൈവരിച്ചത്. അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലേക്ക് ഇപ്പോൾ വിഴിഞ്ഞം വഴി സർവീസുകളുണ്ട്. അതായത് ലോക മാരിടൈം ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നായി നമ്മുടെ വിഴിഞ്ഞം മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7700 കോടി രൂപയായിരുന്നു ആദ്യഘട്ടത്തിന്റെ ചെലവ് എന്ന് പറയുന്നത്. അതിൽ 5000-ലധികം കോടി രൂപ നമ്മുടെ സംസ്ഥാന സർക്കാരാണ് മുടക്കിയത്. പുലിമുട്ട് നിർമ്മിക്കാൻ മാത്രം 1350 കോടി രൂപ പൂർണ്ണമായും നമ്മുടെ സർക്കാർ മുടക്കിയിരിക്കുന്നു. അതിന് പുറമെ തന്നെ ചരക്ക് നീക്കത്തിന് റെയിൽപാതയ്ക്കായി 1482 കോടി രൂപ മുടക്കുന്നു. അങ്ങനെ ഒരുപാട് പണം നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ 10 ലക്ഷം TEU കൈകാര്യം ചെയ്ത തുറമുഖം എന്ന ബഹുമതി വിഴിഞ്ഞത്തിനാണ്. ഒപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളടക്കം ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തി കടന്നുപോയിരിക്കുന്നു. 10 ലക്ഷം TEU ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് ആദ്യ ഒരു വർഷം കൊണ്ട്. എന്നാൽ അത് 14 ലക്ഷം TEU എന്ന നിലയിലേക്ക് കണ്ടെയ്നറുകളുടെ അളവ് എത്തിയിരിക്കുന്നു എന്നതാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ നമ്മളോട് പറയുന്നത്. 615 വമ്പൻ കപ്പലുകളാണ് പോയ ഒരു വർഷം കൊണ്ട് വിഴിഞ്ഞത്തിലൂടെ കടന്നുപോയത്. അതായത് ഇന്ന് ലോകത്തെ ഏത് ആധുനിക തുറമുഖങ്ങളോടും കിടപിടിക്കുന്ന രീതിയിൽ നമ്മുടെ വിഴിഞ്ഞം മാറിയിരിക്കുന്നു. ഇനി അതിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ആ തുറമുഖം സൃഷ്ടിക്കാൻ പോകുന്ന അവസരങ്ങൾ അത് ലോകത്തോളം വലുതായിരിക്കും. അതിന്റെ പ്രതീക്ഷയിലാണ് കേരളം എന്നുള്ളത്. നൃപൻ എന്നോടൊപ്പം ചേരുകയാണ് വിഴിഞ്ഞത്ത് നിന്ന് ഈ രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനത്തിന്റെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. നൃപൻ, ഗുഡ് മോർണിംഗ്. വിഴിഞ്ഞം തുറമുഖം രണ്ടാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം. കേരളം ലോകത്തിന് മുൻപിലേക്ക് നമ്മുടെ വാതിലുകൾ ഒരിക്കൽ കൂടി തുറക്കുകയാണ് അതിവിശാലമായി. തീർച്ചയായും വെരി ഗുഡ് മോർണിംഗ് മനു. കാരണം നമ്മൾ നിൽക്കുന്നത് വിഴിഞ്ഞം പോർട്ടിനകത്താണ്. വളരെ സന്തോഷത്തോടു കൂടി പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നമ്മളിത് പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ വികസന ഭൂപടത്തിലെ നാഴികക്കല്ലാണ് വിഴിഞ്ഞം പദ്ധതി. ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ വലിയ വികസന നേട്ടമാണ്. രാജ്യത്ത് തന്നെ ഈ പറഞ്ഞ സമുദ്ര വഴിയുള്ള ചരക്ക് നീക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നു. അതിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തന ഉദ്ഘാടനമാണ് ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് നിർവഹിക്കുക. ആദ്യഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ യുദ്ധകാലടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. നേരത്തെ മനു തന്നെ എന്തൊക്കെയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രത്യേകത എന്ന കാര്യം മുഖവരയായി പറഞ്ഞതാണ്. അങ്ങനെ വിഴിഞ്ഞം ഓരോ ഘട്ടത്തിലും വിഴിഞ്ഞം ഏറ്റെടുത്ത പദ്ധതികൾ കൃത്യമായി പൂർത്തിയാക്കി. 2045 പൂർത്തിയാക്കേണ്ട പദ്ധതി 2028 പൂർത്തിയാക്കുന്നു എന്നതാണ്. കൃത്യം 17 വർഷത്തിന് മുൻപ് തന്നെ ഒരു പ്രോജക്റ്റ് ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഴിഞ്ഞത്തിൻ്റെ ചരക്ക് നീക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ ഈ പ്രോജക്റ്റിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തന ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാകുന്ന എക്സിംഗ് കാർഗോ സേവനങ്ങളുടെ ഉദ്ഘാടനവും അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പോർട്ട് റോഡ് ബൈപ്പാസുമായി ബന്ധപ്പെടുന്ന പോർട്ട് റോഡിൻ്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഒന്നാം ഘട്ടത്തിൽ ഏകദേശം 8867 കോടി രൂപയായിരുന്നു പദ്ധതി ചെലവ്. രണ്ടാം ഘട്ടത്തിൽ അത് 10,000 കോടി രൂപയുടെ പദ്ധതി ചെലവാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഏകദേശം 18,000 കോടിയുടെ പ്രോജക്റ്റാണ് ഈ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞത്ത് ഉണ്ടാകുക. ഈ 18,000 കോടിയുടെ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഈ വാർഷികമായി 15 ലക്ഷം TEUയിൽ നിന്ന് 50 ലക്ഷം TEU ആയി ശേഷിയായി വിഴിഞ്ഞം പദ്ധതിയുടെ സംവിധാനങ്ങൾ മാറുകയാണ്. ഒപ്പം തന്നെ നിലവിലുള്ള ബെർത്ത് 800 മീറ്ററാണ്. അത് 2000 മീറ്ററായി വികസിപ്പിക്കുന്നതോടെ രാജ്യത്തെ നീളം കൂടിയ കണ്ടെയ്നർ ബെർത്ത് എന്ന നേട്ടവും വിഴിഞ്ഞത്തിന് സ്വന്തമാകുന്നുണ്ട്. 2.96 കിലോമീറ്റർ പുലിമുട്ട് 920 മീറ്റർ കൂടി നിർമ്മിച്ച് 3.88 മീറ്ററായി അത് മാറുകയാണ്. 88 കിലോമീറ്ററായി അത് മാറുകയാണ്. അങ്ങനെ വിഴിഞ്ഞത്തിന് അതിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുന്നു. വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ്. ഒന്നാം ഘട്ടത്തിൽ നിർമ്മിച്ച പുലിമുട്ട് രാജ്യത്തെ ഏറ്റവും ആഴം കൂടിയതാണ്. ബ്രേക്ക് വാട്ടർ 3 കിലോമീറ്ററിൽ നിന്ന് 4 കിലോമീറ്ററായി മാറും. റെയിൽവേ യാർഡ്, മൾട്ടിപർപ്പസ് ബെർത്ത്,
ലിക്വിഡ് ടെർമിനൽ, ടാങ്ക് ഫാം എന്നിവയും രണ്ടാം ഘട്ടത്തിൽ വരുന്നുണ്ട്. അങ്ങനെ തുടർ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനു, നമ്മൾ വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രക്രിയ, വലിയ പ്രതിസന്ധികളുണ്ടായിരുന്നു. വലിയ തുക ഇതിനു വേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇനി ഉള്ള പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർ ഭൂമി ഏറ്റെടുക്കേണ്ടതില്ല. 50 ഹെക്ടറോളം കടൽ നികത്തിയാണ് ഈ പദ്ധതി ഇനി രണ്ടാം ഘട്ടത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. ആധുനിക ഓട്ടോമേഷൻ സംവിധാനങ്ങളും 27 പുതിയ ക്രെയിനോട് കൂടി സ്ഥാപിക്കുമെന്നതാണ്. ഒപ്പം തന്നെ 28,840 TEU വരെ ശേഷിയുള്ള പുതുതലമുറ കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള തുറമുഖമായി വിഴിഞ്ഞ സജ്ജമാകുന്നു. തുറമുഖം പൂർത്തിയായാൽ ഒരേ സമയം 5 മദർഷിപ്പുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. അത് ലോക നിലവാരത്തിലുള്ള ഒരു വലിയ തുറമുഖമായി വിഴിഞ്ഞം മാറുന്നു എന്നതാണ്. ഒരേ സമയം തന്നെ 5 മദർഷിപ്പുകൾക്ക് വരാനും അതുമായി ബന്ധപ്പെട്ട് ചരക്ക് ഇറക്കവും കയറ്റുമതിയും ഒരുപോലെ തന്നെ നടത്താൻ പ്രായോഗികമായ ഒരു പ്രോജക്റ്റായി വിഴിഞ്ഞം പ്രോജക്റ്റ് മാറുന്നു എന്നതാണ്. അത് ഞാൻ നേരത്തെ മുഖവരായി പറഞ്ഞതുപോലെ 2045 പൂർത്തിയാകേണ്ട ഒരു പദ്ധതി 2028 തന്നെ പൂർത്തിയാകുന്നു എന്നതാണ് വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിഴിഞ്ഞത്തിൻ്റെ പല ഘട്ടങ്ങളിലുണ്ടായ തുടക്കത്തിൽ ഉണ്ടായ വലിയ പ്രതിസന്ധികൾ വിഴിഞ്ഞം പദ്ധതിക്ക് എങ്ങനെയാണ് വേഗം വച്ചത് എന്ന കാര്യം നമുക്ക് വ്യക്തമാണ്. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും വളരെ കൃത്യതയോടുകൂടി തന്നെ ഇച്ഛാശക്തിയോടുകൂടി തന്നെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് വിഴിഞ്ഞം പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാനായത്. അത് സംബന്ധിച്ച് ഇടയ്ക്കുണ്ടായ പ്രതിസന്ധി, സമരങ്ങൾ, കല്ല് കിട്ടാനുള്ള പ്രശ്നം, അതൊക്കെ പരിഹരിക്കുന്നതിന് സർക്കാർ നടത്തിയ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ വിഴിഞ്ഞം പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വഴിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിഴിഞ്ഞത്തിൻ്റെ അനന്ത സാധ്യതകൾ, നമ്മൾ ഈ പറയുന്ന സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമല്ല മനു, വിഴിഞ്ഞം ഒരു നാടിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഈ കയറ്റുമതി ഇറക്കുമതിയും സമുദ്രപാത വഴി വിഴിഞ്ഞം വഴി സാധ്യമാകുമ്പോൾ ഈ പ്രദേശത്തുണ്ടാകുന്ന വികസനം, ഈ തിരുവനന്തപുരം ജില്ല മാത്രമല്ല, തിരുവനന്തപുരവും കൊല്ലവും 2 ജില്ലകൾ, അതിർത്തി പ്രദേശം വരുന്ന പ്രദേശങ്ങൾ, പാറശാല മുതൽ കൊല്ലം വരെയുള്ള തീരപ്രദേശം, അവിടെയൊക്കെ ഉണ്ടാകുന്ന അനന്തമായ വികസന സാധ്യതകൾ കൂടി വിഴിഞ്ഞം പദ്ധതിയുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ നേരിട്ട് ലഭിക്കുന്ന തൊഴിൽ സാധ്യതകൾ മാത്രമല്ല, വലിയ വൻകിട കപ്പലുകൾ, മദർഷിപ്പുകൾ വിഴിഞ്ഞത്തേക്ക് അടുക്കുന്നതോട് തന്നെ അതുമായി ബന്ധപ്പെട്ട നിരവധി തൊഴിൽ സാധ്യതകൾ വഴി തുറക്കും. അതുകൊണ്ട് കേരളത്തിൻ്റെ വികസന ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ്. കേരളത്തിൻ്റെ വികസന ഭൂപടത്തിൻ്റെ കവാടമായി, വികസനത്തിൻ്റെ അനന്ത സാധ്യതയുള്ളൊരു കവാടമായി വിഴിഞ്ഞം പ്രോജക്റ്റ് മാറുന്നു. അതിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തന ഉദ്ഘാടനം കൂടി കഴിയുമ്പോഴേക്കും വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ കൂടുതൽ വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനു.